നമ്മുടെ നാട്ടില് ഒരുപാട് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സംശയ രോഗം കൊണ്ട് ഭാര്യയെ കൊലപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഭാര്യയെ ഒഴിവാക്കി പോകുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് സംശയ രോഗമാടാ. ഇപ്പോഴും കുറെ നാള് മുമ്പ് വരെ എല്ലാവരും പറഞ്ഞത് ഫിറോസ് എന്ന് പറയുന്നവന് വട്ടാണ്. ആ പെണ്ണ് വളരെ നല്ല രീതിയിൽ ജീവിക്കുന്നതാണ്. ആ പെണ്ണിന് അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ആ പെണ്ണ് എത്ര നല്ല ഇതായിട്ടാണ് ജീവിക്കുന്നത് എന്നൊക്കെ നമ്മൾ വിചാരിച്ചത്. പക്ഷെ ഇന്നലെ തെളിവുകൾ ഇങ്ങനെ കൊണ്ടുവന്ന് നിരത്തിയപ്പോൾ ഒരു കാമുകനല്ല, രണ്ട് കാമുകനല്ല, മൂന്ന് കാമുകനല്ല. ഒരു കാര്യം ഞാൻ പറയാം, അതായത് ഇതിൽ ബാധിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്നവന്റെ ഭാര്യയും മക്കളും ഉണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഫിറോസ് എന്ന് പറയുന്നവൻ, ഇവർക്കൊക്കെയാണ് ഇത് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടിരിക്കുന്നത്. ഈ സജ്ജന എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ തള്ള പോലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കൂട്ടാണ്. ഉളുപ്പും നാണമുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് സ്വന്തം മകളുടെ കാമുകന് വേണ്ടിയിട്ട് ഇരക്കുന്ന ഒരു ഉമ്മ. നാണം കെട്ട വർഗങ്ങള് സ്വന്തം മകളുടെ കാമുകന് വേണ്ടിയിട്ട്, അതും നിങ്ങളുടെ പ്രായമില്ലേ, സ്വന്തം ഉമ്മാന്റെ പ്രായമില്ലേ, കാമുകന് വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇരക്കുന്നു. എന്തൊരു അവസ്ഥ, എന്തൊരു ജന്മങ്ങളാണ് ഇത്, എന്തൊരു ജന്മങ്ങളാണ്. അയ്യോ, പെരുത്ത ആളാമൾ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇമാതിരി ജന്മങ്ങൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്നതാണ് എൻ്റെ പൊന്നു മക്കളെ. എന്തൊക്കെയാണോ കേൾക്കുന്നത്, എന്നാ നമ്മൾ കേൾക്കുന്നത്. അതായത് നമ്മൾ കാണുന്ന ഒരുപാട് ക്രിമിനലുകളുമായിട്ടാണ് ബന്ധം. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇവറ്റകളുടെ ഒന്നും ഇപ്പൊ അതിൻ്റെ അകത്ത് പറഞ്ഞ ചില ടീമുകളുടെ പ്രോഗ്രാമുകൾ വരെ ഒരു അമ്പലത്തിൽ പോലും വെച്ചേക്കരുത്. മറ്റേ എന്ന് പറഞ്ഞ ഒരു പാട്ട് പാടുന്ന ഒരു പെണ്ണിന്റെ പേര് പറയുന്നുണ്ട് അതിൻ്റെ അകത്ത്. അത് അമ്പലത്തിൽ വന്നിട്ട് തുണിയഴിച്ചാടുന്ന ഒരു സ്ത്രീയാണ്. അതിന്റെ പാട്ട് വരെ ഇനി ഒരു അമ്പലത്തിൽ പോലും വെക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അമ്പലത്തിൽ മാത്രമല്ല, പള്ളിയിൽ, പരിപാവനമായ ഇങ്ങനെയുള്ള പുണ്യസ്ഥലങ്ങളിൽ ഇവറ്റകളെ പോലെയുള്ള ആൾക്കാരുടെ ഒരു നമ്പറുകളും വെക്കാൻ പാടില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാൻ ചെയ്യാൻ വേണ്ടത്. അത്ര മാത്രം എന്താ പറയേണ്ടത്, സ്വന്തം സുഖം മാത്രം. എത്ര നാളുണ്ടാവും ഈ സുഖം, എത്ര നാളുണ്ടാവും ഈ സുഖം? ഈ മോന്തേന്റെ ആ ഒരു കളറ് മാറുന്നു വരികയല്ലേ സുഖം ഉണ്ടാവുള്ളൂ. അപ്പൊ പുട്ടിയടിക്കാലോ അല്ലേ, പുട്ടിയടിക്കാല. അനവധി ഭർത്താക്കന്മാരാണ് ഇത് അനുഭവിച്ചിരിക്കുന്നത്. അനവധി ഭർത്താക്കന്മാർ എല്ലാവരും പറയുമ്പോഴെന്ന് പറഞ്ഞാൽ ഭർത്താവിനെ മാത്രമേ പറയത്തുള്ളൂ. അതായത് അവനെ കൊള്ളാത്തതുകൊണ്ടാണ്, അവൻ അങ്ങനെ ആയതുകൊണ്ടാണ്. ഫിറോസ് എന്താ പിന്നെ വേണ്ടത്? ഫിറോസിന് നട്ടല്ലില്ലാത്തവൻ, ഫിറോസ് അങ്ങനെയാണ് എന്ന് പല കമന്റുകളുണ്ട്. എന്താ അവൻ ചെയ്യേണ്ടത്? ഇതിനെന്താ ഇതാക്കിയിട്ട് പോണ? അയാളെ ജീവിതം നശിപ്പിക്കണ? അയാൾ ജയിലിൽ പോയി കിടന്ന അയാളെ ജീവിതം നശിപ്പിക്കണ? ഒരിക്കലും മണ്ടത്തരം ചെയ്തരുത്. ഇത് തന്നെയാണ് അതിന്റെ പ്രതിവിധി. അങ്ങ് വിട്ടേക്കുക, ഫോട്ടെ പുല്ല് നോക്കുക, അത്ര തന്നെ. എന്നിട്ട് വിട്ടത് പോരാഞ്ഞ് പിന്നെയും ആ ചെങ്ങാതിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് പഴയ കാമുകന്റെ ഗർഭഗതിയായിട്ട് വന്നിരിക്കുന്നു. കുറച്ചൊക്കെ ഉളുപ്പ്, നാണം, മാനം ഇതൊന്നും ഇല്ലടോ. ഇതിനൊന്നും പ്രതികരിക്കാൻ നമ്മുടെ നാട്ടിലുള്ള ഒരു വനിതകളെ പോലും കാണുന്നില്ലല്ലോ. ഇന്ന് ഒരു വനിതകൾ പോലും വന്നിട്ടില്ലല്ലോ ഇതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും അപരാധമായിട്ട്, അതായത് ഇത്രയും 3-4 കാമുകന്മാർ, അതുപോലെ തന്നെ ഫ്ലാറ്റിലുള്ള പരസ്യമായിട്ട് എന്ന് പറയുന്നത് മറ്റേ മയക്കുമരുന്നടിക്കാറ്, തട്ടിപ്പുകാർ, ഇങ്ങനെയുള്ള എല്ലാ പ്രതികളും ഉണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പല തട്ടിപ്പുകളും വെളിയിൽ വരും, പലരുടെയും മരണങ്ങൾ വെളിയിൽ വരും. അതാണ് ചിലപ്പോൾ ഇവരെയൊക്കെ ഭയന്നിട്ടും ഇവരൊക്കെ ഇതായിട്ടൊക്കെ എത്ര ആൾക്കാരുടെ മരിച്ചിട്ടുണ്ടാവും. നമ്മൾ നോക്കുമ്പോൾ എന്താ, കടം കൊണ്ട് മരിച്ചു, കുടുംബ പ്രശ്നം കൊണ്ട് മരിച്ചു, അല്ലെങ്കിൽ മറ്റേത് കൊണ്ട് മരിച്ചു എന്നൊക്കെയല്ലേ നമ്മൾ അറിയുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അർവാണികൾ ഒരുപാടെണ്ണം ഉണ്ടാകും അതിൻ്റെ പുറകിൽ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കുടുംബം തകർക്കുന്ന, അതായത് കുടുംബം തകർക്കാൻ ഇവറ്റകൾക്ക് യാതൊരു ലജ്ജയില്ല. മക്കളെ വേണ്ട, മോളെ വേണ്ട. ഒരു പരിധി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ജീവിക്കുന്ന നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കും. ഇത് അങ്ങനെ മക്കളുമായിട്ട് യാതൊരു ഫീലിങ്സും ഇല്ല. എന്നിട്ട് പറയുകയാണ് ഉമ്മി ഉമ്മി ഉമ്മി. എവിടത്തെ ജമ്മട ഇതെല്ലാം. ഇതിൻ്റെ ഒന്നും ഒരു സിനിമ പോലും ഞാൻ കാണൂല. ഞാൻ സംവിധായകരോടാ പറയുന്നത്, ഇനി ഇതിനെയൊക്കെ വെച്ച് സിനിമ എടുത്തിട്ടുണ്ടെങ്കിൽ ആ സിനിമ നമ്മൾ കൂവി തോൽപ്പിക്കുമായിരുന്നു. ഇല്ലെങ്കിൽ പിന്നെ എന്താ പറയേണ്ടത്, മൈക്ക് കെട്ടിയിട്ട് നമ്മൾ പറയും ഇതിൻ്റെ സിനിമ കാണരുത്. ആ മനുഷ്യൻ അനുഭവിച്ചതിന് ആ മനുഷ്യനോട് എന്നിട്ട് നീ പോടാ പട്ടി, നീ പോയി ചാവടാ, എന്തൊക്കെയാ പറഞ്ഞത്. ഏതോ ഒരുത്തൻ്റെ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ അർദ്ധരാത്രിക്ക് അവിടെ ഇരുന്നിട്ട് അവന് ലെറ്റർ എഴുതുക. നീ പോയി ചാവടാ, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ ജീവിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അതായത് ആ സ്ത്രീക്കങ്ങാട്ട് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ പഹയൻ ജയിലിൽ പോകേണ്ടി വരൂ. അതാ നിങ്ങൾ ആലോചിക്കേണ്ടത്. ഈ പഹയൻ പിന്നെ ജയിലിലാണ്, ഈ ഫിറോസ് എന്ന് പറയുന്നവൻ. നമ്മളീ മുടിയും താടിയും പളത്തി വെക്കും, അവനൊരു ഇത്. പക്ഷെ പാവട്ടാ, ഇന്നലെ ആ ഭർത്താനം കേട്ടപ്പോഴേ ശരിക്കും കരഞ്ഞു പോയായിരുന്നു. അയാളെ അവസ്ഥ, അയാൾ എത്ര നല്ല മനുഷ്യനാടോ, അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. എത്ര നല്ല മനുഷ്യനായാൾ.
ഈ സ്ത്രീയുടെ അഭിനയം കണ്ടില്ല, ഓരോ നിമിഷവും വന്നിട്ട് കരഞ്ഞിട്ട് എൻ്റെ പിന്നെ അക്കൗണ്ട് ഹാക്ക് ചെയ്തു എന്നിട്ട്. അത് മാത്രമല്ല, മുഖ്യമന്ത്രിനെ വരെ പറ്റിക്കാൻ പോയിരിക്കുന്നു. മുഖ്യമന്ത്രിനെ വരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് പരാതി കൊടുത്തിരിക്കുന്നു. അത്രത്തോളം. അതായത് ഈ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, കുറേ എണ്ണത്തിനുള്ള സ്വഭാവം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അങ്ങ് ഊഞ്ഞാലാടുക. എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അയ്യോ എന്നെ ബോഡി ഷേമി ചെയ്യുന്നേ, അയ്യോ എന്നെ പറയുന്നേ, ഇതൊക്കെ കളിച്ച് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയെത്ര കുടുംബങ്ങളാണ് ഈ സ്ത്രീ തകർത്തിട്ടുണ്ടാവുക. ഇന്നിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമുകന്മാർ പരക്കെ ഓടലാണ്. കാരണം എന്താ അറിയാ, ആ സമയത്തൊന്നും നീറ്റുകളെ കല്യാണമൊന്നും കഴിഞ്ഞില്ല ചില ടീമിന്റെ. ഇപ്പൊ കല്യാണം കഴിഞ്ഞപ്പോ ഭാര്യമാർ എല്ലാം എന്ന് പറഞ്ഞ് എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുക. അവസ്ഥ ആലോചിക്കും. നാണം കെട്ട് നാറാണക്കല ഇന്ന് പല കുടുംബങ്ങളും ഈ ഒറ്റ സ്ത്രീയെ കൊണ്ട്. ഇവരോട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, എൻ്റെ പൊന്നു മക്കളെ, ഫിറോസെ നീ രക്ഷപ്പെടറാ, നീ ഇനി ജീവിച്ച് കാണിച്ചു കൊടുക്ക്. നിന്റെ ഇടയ്ക്ക് ഇനി ഒരാൾ പോലും ഒരു കേസ് പോലും കൊണ്ടുവരില്ല. കാരണം എന്താ വെച്ചാൽ നിന്റെ കയ്യിൽ തെളിവുണ്ട്. ദൈവം നിന്റെ കൂടെ തന്നെയാണ് ഫിറോസെ, നിന്റെ കൂടെ തന്നെയാണ് ദൈവം. ഇതുപോലെ മനുഷ്യന്മാർ, അതുപോലെ തന്നെ ആ ഒരു എന്നാ പൂക്കുറ്റിയോട് എനിക്ക് പറയാനുള്ളത്, എടാ നാണവും മാനവും ഉളുപ്പുകൊണ്ടോടാ നിനക്ക്. നീ എന്ത് മനുഷ്യനാടാ, നീ എവിടെയാടാ ഓസ്കാർ വാങ്ങിച്ച, നീ എന്തൊരു മനുഷ്യനാടേ, നീ എത്രയെത്ര ജീവിതത്തോടാ തകർത്തിരിക്കുന്നത്. അതുപോലെ നിന്റെ മൊയ്തീൻ എന്ന് പറയുന്ന ഒരു സിനിമ എടുത്തവനോട് എനിക്ക് ചോദിക്കാനുള്ളത്, എടാ ഉളുപ്പുണ്ടോടാ, നീയൊക്കെ മനുഷ്യനാടോടാ. നിന്റെയൊക്കെ ജനിപ്പിച്ച തന്തിയും തള്ളിയൊക്കെ എന്താടാ ചെയ്യുക. അവരൊക്കെ ഇന്ന് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ജീവൻ ഒടുക്കിയിട്ടുണ്ടാവും. അതാണ്. അതുപോലെ തന്നെ ഈ പൂക്കുറ്റീൻ്റെ കുടുംബങ്ങൾക്ക് കുറച്ചൊരു മുഷിരും പുളി ഉണ്ടെങ്കിൽ പോയിട്ട് നാണം കെട്ട പൂക്കുറ്റി വർഗങ്ങൾ, പൂക്കുറ്റീൻ്റെ കുടുംബം, ആ കുട്ടികളും ആ ഒരു പെണ്ണുങ്ങളോടോ ഞാൻ പറയുന്നത്, അതിനെ ഒഴിവാക്കി പോയിക്കോട്ടാ. ഇവനെ പോലെയുള്ള ഫേമസ് ഉള്ള അല്ലെങ്കിൽ ഇവനെ പോലെ പണക്കാരൻ എന്തിനാണ് ഈ പൂക്കുറ്റീനെ കാട്ടിയും നല്ലത്. നിങ്ങൾക്ക് ഈ പിന്നെ റോഡിൽ പിച്ച എടുക്കുന്നില്ലേ, അവനെയൊക്കെ നിങ്ങൾ ഭർത്താവായി സ്വീകരിച്ചു, അന്തസ്സുണ്ടായിരുന്നു. പക്ഷെ ഇതുപോലെയുള്ള ഇങ്ങനെയുള്ള ജന്മങ്ങളെ, നാറിയ ജന്മങ്ങളെ, അതായത് പെണ്ണിന്റെ അടിപ്പാവാടേൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഇവനെയൊക്കെ എന്തിനാണ് വെറുതെങ്കിലും കൊണ്ട് നടക്കുന്നത്? അതാന്ന് എനിക്ക് ചോദിക്കാനില്ല. എന്തിനു വെറുതെ കൊണ്ട് നടക്കണം? അത്രമാത്രം നാണം കെട്ട വർഗങ്ങൾ. കഷ്ടം ഭഗവാനെ. ഇതെല്ലാം കേട്ടിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, എന്തെല്ലാം നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്നടോ. ഈ സിനിമാക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം പോക്ക് കേസാണെങ്കിലും ഇങ്ങനെ നോക്കുമ്പോൾ ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞ് ഈ പളവള ഡ്രസ്സ് കൂട്ടിയിട്ട് ഈ ജനങ്ങളെ വശീകരിക്കാനും അതുപോലെ തന്നെ പല കുടുംബം തകർക്കാനൊക്കെ ആണല്ലോ ഇവന്മാരൊക്കെ പോകുന്നത്. ഇതെന്താ ഇവറ്റകൾക്ക് എന്താ ഈ അരയ്ക്ക് ചുറ്റും വല്ലതും ഉണ്ടോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ സിനിമാ താരങ്ങൾക്ക്, മറ്റേ സെലിബ്രിറ്റികൾക്ക്, പണക്കാർക്കൊക്കെ എന്താ വേറെ എന്തെങ്കിലും എക്സ്ട്രീ ഉണ്ടോ? എല്ലാവർക്കും ഉള്ളത് തന്നെയല്ലേ ഉള്ളൂ. ഇവറ്റകൾക്ക് എന്താ കുടുംബമില്ല? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നായക്കളെ ജന്മം പോലെയാണ് ഈ മൃഗങ്ങളെ ജന്മം. മൃഗങ്ങൾക്ക് ഇപ്പം കുറച്ചൊരു ഇതുണ്ട്. എന്നാലും മൃഗതുല്യര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അച്ഛനില്ല, അമ്മയില്ല, പെങ്ങളില്ല, അല്ലെങ്കിൽ മറ്റോനില്ല, ഒന്നുമില്ലല്ലോ. അതേപോലെയുള്ള തുല്യമായിട്ടുള്ള ജീവിതമാണ് ഇവറ്റകളുടേത്. അത്രമാത്രം അത്തമ്പതിച്ച വർഗങ്ങളായി മാറുകയാണ് ഈ എന്നാ പറയേണ്ടത് ഈ കുറേ ടീമുകൾ. വളരെ മോശം തന്നെ. എന്തൊരു അവസ്ഥയാണ്. ഒരു സ്ത്രീകൾ പോലും ഇതിനെതിരെ പ്രതികരിക്കാനുണ്ട. കുടുംബം തകർത്ത് തരിപ്പണാക്കിയിട്ട്, ഓരോരാളുടെ കുടുംബം തകർത്ത് പണ്ടാരടക്കിയിട്ട് ഇപ്പം വലിയ എളപ്പളക്കെന്ന് വന്നിട്ടായിരുന്നു 4ഉം 5ഉം പുരുഷന്മാരുമായിട്ട് ബന്ധം. അതുപോലെ തന്നെ ഒരുത്തനാ നീ എനിക്ക് ഇപ്പം കിട്ടിയൊരു ചാൻസാണ്, നീ പോയിട്ട് ആ പാവത്തിനെ കൊടുക്ക്, ഫിറോസിനെ കൊടുക്ക്, അവനെതിരെ ഒരു കംപ്ലൈൻറ്റ് എവിടെയോ പോയി സൂചിച്ചു വന്ന് കെറുപ്പമാക്കി വന്നിട്ട് ഏതോ ഒരുത്തൻ്റെ കൂടെ കിടന്ന് കെറുപ്പമാക്കി വന്നിട്ട് ആ കെറുപ്പം പാവം ഇവന് കംപ്ലൈൻറ്റ് ചെയ്യാനാ. എന്തൊരു അയ്യോ അപരാധികൾ. വളരെ കഷ്ടം തന്നെ കേട്ടോ. തൊലിയും ഇരിഞ്ഞു പോവായിരുന്നു ഇങ്ങനെയുള്ള വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ. അയ്യോ ഭഗവാനെ, എന്തൊക്കെയാ കേൾക്കേണ്ടത് ഈശ്വര. ഇങ്ങനെയുണ്ടാവും മനുഷ്യന്മാർ, എന്തൊക്കെയാ പറയുന്നത്. ഇത് ഒരു ഉസിരിമ്പുളി വേണ്ടേ, ഒരു ഉസിരിമ്പുളി വേണ്ടേ. ബൈ അടുത്ത വീഡിയോ ആയിട്ട് വരാം.